എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയേ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 153-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. മന്ത്രം 7 വർഗം 29. ദ്രവിണോദാ ദ്രവീണസോ ഗ്രാവഹസ്താസോ അധ്വരേ യജ്ഞേഷു ദേവമീളതേ. അന്വയം: അധ്വരേ യജ്ഞേഷു ദ്രവിണദാ ദേവം ദ്രവിണസ ഗ്രാവ ഹസ്താസ ഋത്വിജ ഈളതേ. അധ്വരേ പ്രകൃതി രൂപങ്ങളായിട്ടുള്ള സാമാന്യ രൂപത്തിലുള്ള ഹിംസാരഹിതമായ യാഗവേദിയിൽ യജ്ഞേഷു പാദവും പദവും പിണച്ചു ചൊല്ലുന്നതായിട്ടുള്ള യജ്ഞകർമ്മം, യജ്ഞകർമ്മത്തിൽ വികൃതി രൂപമായിട്ടുള്ള യാഗകർമ്മത്തിൽ ദ്രവിണദാദേവം ധനകേന്ദ്രമായിട്ടുള്ള അഗ്നിയെ ദ്രവീണസ ധനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉപാസകൻ ധനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗ്രാവഹസ്താസ അഭിഷവത്തിനായിട്ടുള്ള പിടിക്കല്ല് കയ്യിലേന്തിയിട്ടുള്ളതായ വേദപണ്ഡിതന്മാരായ ഋത്വിക്കുകൾ ഈളതേ സ്തുതിക്കുന്നു. യാഗവേദിയിൽ മന്ത്രങ്ങൾ ചൊല്ലുന്ന രീതിയാണ് പ്രകൃതി രൂപവും വികൃതി രൂപവും. അർത്ഥം: പ്രകൃതി രൂപത്തിലുള്ള മന്ത്രോച്ചാരണവേദിയായ അഗ്നിഷ്ടോമ യജ്ഞവേദികളിലും വികൃതി രൂപങ്ങളായ ഉക്തങ്ങൾ ചൊല്ലുന്ന യജ്ഞവേദികളിലും സ്തുതികളാൽ ധനപ്രദനായിട്ടുള്ള അഗ്നിദേവനെയാണ് സ്തുതിക്കുന്നത്. ധനാർത്ഥികളും പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ളവർ ധനാർത്ഥികൾ സോമാഭിഷവത്തിനായിട്ട് സോമലതയെ ചരച്ചതച്ച് രസമാക്കാനായി പിടിക്കല്ല് കയ്യിലേന്തി നിൽക്കുന്ന ഋത്വിക്കുകൾ അഗ്നിദേവനെ ആദ്യമായിട്ട് ആ പിടിക്കല്ലുപയോഗിച്ച് സോമം രസപൂർണമാക്കുന്നതിന് മുൻപായിട്ട് അഗ്നിദേവനെ സ്തുതിക്കുന്നു. ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.